നിരാലംബരായ കുടുംബത്തിന് അന്തിയുറങ്ങാനായി കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെയും വരമ്പത്ത് റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഭവനത്തിന്റെ കല്ലിടീൽ കർമ്മം നടത്തി. ഡോക്ടർ ജോഷിയോ മാർ ഇഗ്നാത്യോസ് മെത്രോപൊലിത്ത കല്ലിടീൽ കർമ്മം നിർവഹിച്ചു. നിരാലംബരായ ഒരു കുടുംബത്തിന് അന്തിയുറങ്ങാൻ നന്മ മനസ്സുകളുടെ കൂട്ടായ്മയിൽ വീട് നിർമ്മാണത്തിന് തുടക്കമാകുന്നു. കണ്ടലൂർ വടക്ക് പട്ടോളി മാർക്കറ്റിൽ SL നിവാസിൽ ശശിധരന്റെ കുടുംബത്തിനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണത്തിന് തുടക്കമിടുന്നത്. കരുതലിന്റെ 95ാമത്തെ വീടാണിത്. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന ശശിധരൻ ഇപ്പോൾ തളർന്ന കിടപ്പിലാണ്. മാനസിക നില തെറ്റിയ ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം ചോർന്നൊലിക്കുന്ന കൂരയിലാണ് കഴിയുന്നത്. ഈ കുടുംബത്തിന് കെട്ടുറപ്പുള്ള വീട് നിർമ്മിക്കുന്നതിന് വരമ്പത്ത് റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദീപാവലി ദിനത്തിൽ നടത്തിയ ചലഞ്ചിലൂടെ 1,71,000 രൂപ സമാഹരിച്ചിരുന്നു. താഴ്ന്ന പ്രദേശം നികത്തിയെടുത്താണ് വീട് നിർമ്മിക്കുന്നത്. 8 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വീട് നിർമ്മാണം വിഭവ സമാഹരണത്തിലൂടെ കണ്ടെത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഞായറാഴ്ച രാവിലെ 11 നടന്ന ചടങ്ങിൽ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോഷിയോ മാർ ഇഗ്നാത്യോസ് തിരുമേനി വീടിന്റെ തിറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ശശിധരനും കുടുംബത്തിനും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ സുമനസ്സുകളുടെ സഹായം സഹകരണം ഉണ്ടാകണമെന്ന് ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. ചിത്രഞ്ജൻ, KD വിജയകുമാർ, അജിത് MG, രഘുനാഥ്, V വീണ, അജയ്കുമാർ, സലജ സുരേഷ്, ജോമോൻ, ജോസ്, റിയാസ്, അഷ്റഫ് കാട്ടിൽ, പ്രസാദ് ജേക്കബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കരുതലോടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുന്നു. അടുത്തു നിൽക്കുന്ന അനുജനെ കാണുവാൻ അക്ഷികളില്ലാത്തവൻ അരൂപിയിൽ വസിക്കുന്ന ഈശ്വരനെ കാണാനാവില്ല. അടുത്തുള്ള സഹോദരൻ്റെ ക്യാൻസറും അമ്മയുടെ രോഗവും ഒക്കെ വെച്ച് ഈ കുടുംബത്തിന് പാർക്കുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്നതിന് സുമനസ്സുക്കളായ എല്ലാവരും മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് കല്ലിട്ട് പണി ആരംഭിക്കുന്ന ഈ ഭവനം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാകുവാനും ഇതിൽ ഈ കുടുംബാംഗങ്ങൾക്ക് താമസിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ നടത്തിപ്പേരും ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റ് സഹോദരങ്ങളുടെ സ്നേഹത്തോടുകൂടിയ സഹകരണത്തോടുകൂടി എത്രയും പെട്ടെന്ന് പൂർത്തിയാകുവാൻ ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഷാജിയെയും വരമ്പത്ത് റെസിഡൻഷ്യൽ അസോസിയേഷൻ ആളുകളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ഈശ്വര ആരാധന. നമ്മളൊക്കെ അമ്പലത്തിലും പള്ളിയിലുമൊക്കെ പോകുന്നവരാണ്. പക്ഷേ അവിടെയുള്ള ആരാധനയെക്കാളും ഏറ്റവും മെച്ചമായ ഒരു ആരാധനയാണ് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നന്ദിയോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭവനത്തിൻ്റെ അടിസ്ഥാന ശില ഇടുന്നു. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയായി അവർക്ക് വസിക്കുവാനുള്ള ഒരു വാസസ്ഥലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സന്തോഷപ്രദമായ ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്ക് ഈ നേരത്തെ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ ചെയർമാൻ പറഞ്ഞു കൊടുത്ത് നമുക്കൊരു അപേക്ഷ കിട്ടുകയും ഞങ്ങളെ കൊണ്ട് സാധിക്കാതെ വന്നത് മൂലം ഞങ്ങളത് അദ്ദേഹത്തിന് ആ അപേക്ഷ കൈമാറുകയും അത് മുഖാന്തരം അദ്ദേഹം ആ നിമിഷം തന്നെ അതിനൊരു ഇവിടെ വരികയും ആ ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് കാണുകയും അദ്ദേഹത്തിന് അന്നേരം തന്നെ ഈ ശശിധരനെ സഹായിക്കണമെന്നുള്ള ആ ഒരു മനസ്സ് തോന്നുകയും ഞങ്ങളോട് അത് വിവരം പറയുകയും ഞങ്ങൾ ഈ പറഞ്ഞ കൂട്ട് തന്നെ ഒരു ദീപാവലി ദിവസം പുല്ലുവളങ്ങര ജംഗ്ഷനിൽ ഞങ്ങൾ ഒരു ചലഞ്ച് സംഘടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് വളരെ വൻ വിജയമായി മാറി. അതിൻ്റെ ഏകദേശം അദ്ദേഹത്തിന് ആ ഒരു ഗ്രഹം നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇന്ന് കല്ലിടീൽ കർമ്മം നടക്കുകയാണ്.
ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷപ്രദമായ ഈ ദിവസം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. CDNet ന്യൂസ് പുല്ലുകുളങ്ങര.